ഇതുണ്ടല്ലേ മനാഫിനെതിരെ അർജുന്റെ കുടുംബം എങ്ങനെയുണ്ട്? ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ഇപ്പോൽക്കെല്ലാം കിട്ടി. എന്തെന്ന് വെച്ചോടി മാറി ചെയ്തിട്ട് 3 ദിവസമല്ല. എന്താണ് പോലെ വർത്താനം? കാരണം എന്താ, കർണാടക ഗവൺമെന്റ് തീട്ടി, കേരള സർക്കാരിന്റെ ഗവൺമെന്റ് ചോദിച്ചു. ഇനിയിപ്പോ സഹായിച്ചാലൊക്കെ തള്ളി പറയാനേ ഉള്ളൂ. ഇജിപ്പോ 75 ദിവസം എന്റെ നാടും വീടും എന്റെ ഉമ്മാനിപ്പാനും കുട്ടികളൊക്കെ വിട്ടിട്ട് ഇജാ പോയ തീരത്ത് അങ്ങനെ കാത്തിരുന്നത് ചൂണ്ടിലിടയുന്നു അവർ പറയുന്നത്. അതേപോലെ തന്നെ ഈശ്വരമാൽപ്പെ മുങ്ങി താങ്ങിയത് മൃതദേഹം എടുക്കാനല്ല, കക്ക വെറുക്കാനെന്നുള്ള ലെവലിലാണ് അവളെ സംസാരം. ഇത് സംഗതി അതൊന്നല്ല. ഇവന് അത്യാവശ്യം അവിടെ നിന്നിരുന്നല്ലോ, അളിയനാണല്ലോ. അപ്പോ എല്ലാവരും മനാഫ എന്ന് പറഞ്ഞിട്ട് മീഡിയക്കാരും ഇപ്പോഴും മനാഫാണെങ്കിൽ അപ്പുറത്ത് യൂട്യൂബില് എല്ലാ വ്ളോഗർമാർ ഇന്റർവ്യൂ എടുത്തിട്ടും സംഗതി ഈ അളിയനെ ആരും വിളിക്കണില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന്റെ അടിയിലാണ് ഇപ്പൊ ഇത് വന്നത്. ഇനിയിപ്പോ ഇനി അവിടെ പോയിട്ട് എന്റെ അമ്മയാണ്, ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ ദത്തുപുത്രനാ, അല്ലെങ്കിൽ ഞാൻ ഇനി 4ാമത്തെ കുട്ടിയായിട്ട് വളർന്നൊന്നും പറയാൻ ഇനി ഓലടിച്ചില്ലേ നാട്ടുകാർ തന്നെ തല്ലും. ഇങ്ങനത്തെ ആൾക്കാരൊന്നും സഹായിക്കില്ല ചങ്ങായി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓലെന്ത് പറയുന്നത്, ഇത് ഇജ്ജ് മണ്ണിട്ടിട്ട് ട്രക്കിന്റെ മേലെ മണ്ണിട്ടിട്ട് അർജുനെ കൊന്നാന്ന് പറയും. ഇത് സംഗതി ചെറിയൊരു പ്രശ്നമുള്ളൂ. അർജുന്റെ അളിയന്റെക്കാട്ടിലും കൂടുതൽ മനാഫിനെ TV കാണിച്ചു. ആ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം. ആ ചൊടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വാർത്താ സമ്മേളനം കണ്ടോളൂ, യൂട്യൂബിലുണ്ട്.